യെസ്, മഴയാണെങ്കിൽ ഇവിടെയും നല്ല മഴയാണ്. എനിക്കറിയില്ല എപ്പോഴാണ് നെറ്റ്വർക്ക് പോകുക എന്നുള്ളത്. നെറ്റ്വർക്ക് അഥവാ പോകുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ഈ ക്ലാസ് റെക്കോർഡിംഗ്സ് ആയിട്ട് നിങ്ങൾക്ക് നാളെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും. ഓക്കെ, സോ നെറ്റ്വർക്ക് ഇഷ്യൂ ഉള്ളവർ എന്ത് ചെയ്യുക, റെക്കോർഡിംഗ്സ് കണ്ടാലും മതി. ലൈവ് കാണാൻ പറ്റുമെങ്കിൽ ലൈവ് കാണാം, ബിക്കോസ് എന്താ പറയാ, ലൈവായിട്ട് നിങ്ങളുടെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കാമല്ലോ. സോ നമുക്കറിയാം നമ്മുടെ ഫസ്റ്റ് ഫേസ് ഓഫ് ദി എക്സാമിനേഷൻ കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് എക്സാം കഴിഞ്ഞത്. ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ കണ്ടു അല്ലെ? ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ പ്രിഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കറക്റ്റ് ആയിട്ട് ക്ലാസ് ഒക്കെ ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം, ഞാൻ ഓൾറെഡി പ്രിഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ? നമ്മുടെ ഡിഗ്രി ഫേസ് രണ്ട് ഫേസ് ആയിട്ടാണ് നടക്കുക, ഡിഗ്രി പ്രിലിംസ്. ആ രണ്ട് ഫേസിൽ മിക്കവാറും ഒരു ഫേസ് ഡിഫിക്കൽട്ട് ആയിരിക്കും. മിക്കവാറും ഒരു ഫേസ് ഡിഫിക്കൽട്ട് ആയിരിക്കും, മറ്റൊരു ഫേസ് സിമ്പിൾ ആയിരിക്കും. സിമ്പിൾ മീൻസ് എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. പി എസ് സിയുടെ ഒരു സ്വഭാവം വെച്ചിട്ട് യഥാർത്ഥത്തിൽ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇനി അടുത്ത നമുക്കറിയാം ജൂൺ 28-നാണ് അടുത്ത സെക്കൻഡ് ഫേസ് വരുന്നത്. മോസ്റ്റ് പ്രോബബ്ലി അപ് ടു 90% ഈ ഫേസ് എന്ന് പറയുന്നത് കുറച്ച് എളുപ്പത്തിലുള്ള ഫേസ് ആയിരിക്കും. ഓക്കെ, ദിസ് ഈസ് ജസ്റ്റ് എ പ്രഡിക്ഷൻ. ഹൗഎവർ, നിങ്ങൾ എക്സാമിന് പോകുന്ന സമയത്ത് ഫസ്റ്റ് ഫേസ് എക്സാം കഴിഞ്ഞ പോലെ തന്നെ എന്താണ്, ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ഫേസ് ആണ് നിങ്ങൾ എഴുതാൻ പോകുന്നത് എന്നുള്ള മെന്റാലിറ്റിയിൽ തന്നെ എക്സാം എഴുതുക. ഹൗഎവർ, ഇതൊരു പ്രഡിക്ഷൻ ആണ്. പി എസ് സിയുടെ ഒരു സ്വഭാവം ഉണ്ടല്ലോ, നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിൽ എടുത്തു നോക്കുമ്പോൾ പി എസ് സി ഒരു പാറ്റേൺ, കറക്റ്റ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്നത്, പി എസ് സിയുടെ ഒരു ബിഹേവിയർ. അത് വെച്ചിട്ടാണ് നമ്മൾ ഇത് പറയുന്നത്. നമുക്ക് എന്തായാലും അറിയാം ഏതോ ഒരു ഫേസ് ഡിഫിക്കൽട്ട് ആണെന്നുള്ള കാര്യം നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാം. സാധാരണ രീതിയിൽ 3 ഫേസ് ആയിട്ടാണ് എക്സാം നടക്കാറുള്ളത്. ഈ പ്രാവശ്യം 2 ഫേസ് ആണ്, ബിക്കോസ് KS അതിന്റെ ഇടയിൽ വരുന്നുണ്ട്. എനിവേ, നമ്മൾ ഇനി ഈസി ഫേസ് ആണെങ്കിലും ഡിഫിക്കൽട്ട് ഫേസ് ആണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഓൾറെഡി ഞാൻ പറഞ്ഞതാണ്, ഡിഫിക്കൽട്ട് ഫേസ് ആവുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, അറിയുന്നത് മാത്രം മാർക്ക് ചെയ്ത് വരണം. അവിടെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ കൂടുതൽ എലിമിനേഷൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നെഗറ്റീവ് അടിക്കാൻ പാടില്ല. ഈ ഡിഫിക്കൽട്ട് ഫേസിൽ ആരാണോ കൂടുതൽ നെഗറ്റീവ് അടിച്ചിട്ടുള്ളത് അവരെന്ത് ചെയ്യും, മാർക്ക് ഉണ്ടാവും. നമ്മൾ മാർക്കൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് 47 മാർക്ക്, 48 മാർക്ക്. പക്ഷെ നെഗറ്റീവ് ഒക്കെ കഴിഞ്ഞ് നോക്കുമ്പോൾ എന്താ, 36 മാർക്ക്, 37 മാർക്കൊക്കെ ഉണ്ടാവണം. അനാവശ്യമായി നെഗറ്റീവ് അടിച്ചു കഴിഞ്ഞാലുള്ള പ്രശ്നമാണ് ഡിഫിക്കൽട്ട് ഫേസിൽ. ഈസി ഫേസിലും എന്താണ് ആ ഒരു പ്രശ്നമുണ്ട്. എളുപ്പമാവുമ്പോൾ നെഗറ്റീവ്സ് കൂടും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, എളുപ്പം എക്സാം ആകുമ്പോൾ നെഗറ്റീവ്സ് നമ്മൾ അറിയാതെ തന്നെ കൂടും. നമ്മൾ പ്രിപ്പയർ ആയിരിക്കണം. ഫേസ് ഏതോ ആയിക്കോട്ടെ, നമുക്കിപ്പോ ഇനി ജൂൺ 28-ാം തീയതി വരുന്ന എക്സാം ഡിഫിക്കൽട്ട് ആയിക്കോട്ടെ, ഈസി ആയിക്കോട്ടെ, ഓക്കെ, ലെറ്റ് ഇറ്റ് ബി ഡിഫിക്കൽട്ട്, ഈസി, രണ്ടിലും പരമാവധി നെഗറ്റീവ്സ് ഇല്ലാതെ ആക്കുക. അതേപോലെ തന്നെ മലയാളം, ഇംഗ്ലീഷ്, മാത്സിൽ നിങ്ങൾ ഇപ്പം തന്നെ കണ്ടിട്ടുണ്ടാവും അല്ലെ, ഫസ്റ്റ് ഫേസിൽ ആരാണോ മലയാളം, ഇംഗ്ലീഷ്, മാത്സ് സ്കോർ ചെയ്തത് 30+ സ്കോർ ചെയ്തത് അവര് സേഫ് ആയിട്ട് പ്രിലിംസ് ക്വാളിഫൈ ആവും. അതേപോലെ തന്നെ എന്താണ്, സെക്കൻഡ് ഫേസിലുള്ളവരും മലയാളം, ഇംഗ്ലീഷ്, മാത്സ് ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ പ്രോപ്പർ ആയിട്ട് ഈ സാധനം മലയാളം, ഇംഗ്ലീഷ്, മാത്സ് പേപ്പർ 1 നമുക്ക് യൂസ്ഫുൾ ആണ്. സോ ഇനി സെക്കൻഡ് ഫേസ് എക്സാം എഴുതുന്നത്, ഇതിന്റെ ഇടയിൽ നമുക്കൊരു KSന്റെ എക്സാം കൂടി വരുന്നുണ്ട്. മിക്കവാറും എല്ലാവരും ആ എക്സാം എഴുതും. ഡിഗ്രി പ്രിലിംസ് എഴുതുന്നവർ എല്ലാവരും ആ എക്സാം എഴുതും. ദാറ്റ് ഈസ് ഗോയിങ് ടു ബി വെരി ഡിഫിക്കൽട്ട് എക്സാം. KS എക്സാം ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു എക്സാം തന്നെയായിരിക്കും, പേപ്പർ 1ഉം പേപ്പർ 2. അത് ഡിഫറെന്റ് കേസാണ്, നമുക്ക് പിന്നീട് സംസാരിക്കാം. സോ സെക്കൻഡ് ഫേസ് എഴുതുന്നവർ ശ്രദ്ധിക്കുക, 90% നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന പേപ്പർ ഈസി ആയിരിക്കും, എളുപ്പമായിരിക്കും. എളുപ്പം മീൻസ് എന്താണ്, ഭയങ്കര ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കില്ല ഉണ്ടാവുക, 1 വേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക. അതിന്റെ അർത്ഥം ഈ പറഞ്ഞ പോലെ ഒബ്ജക്റ്റീവ് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാവില്ല എന്നല്ല, പക്ഷെ കുറവായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പർ ഈസി ആവുമ്പോ. അപ്പൊ എന്ത് ചെയ്യുക, നെഗറ്റീവ്സ് കൂടാൻ പാടില്ല, കുറക്കണം. മലയാളം, ഇംഗ്ലീഷ്, മാത്സിൽ ശ്രദ്ധിക്കുക, ദർ ഇസ് എ ചാൻസ്. ഓക്കെ, ഞാൻ വീണ്ടും പ്രഡിക്റ്റ് ചെയ്യാണ്, ഇതിൽ ഏതോ ഒന്ന് ഡിഫിക്കൽട്ട് ആവും. മലയാളം, ഇംഗ്ലീഷ്, മാത്സ് സെക്കൻഡ് ഫേസ് എഴുതാൻ പോകുന്നവർ ശ്രദ്ധിക്കുക, ഇതിൽ ഏതോ ഒന്ന് അല്ലെങ്കിൽ ഏതോ 1-2 കാര്യങ്ങൾ ഡിഫിക്കൽട്ട് ആവും. ഡിഫിക്കൽട്ട് ആവും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ മാത്സിലെ ക്വസ്റ്റ്യൻസ് SSC ലെവലിലേക്ക് പോകും. PSC അത് ഇടക്കിടക്ക് ചെയ്യാറുണ്ട്. ഇംഗ്ലീഷും മലയാളം എന്ത് ചെയ്യും, ചുമ്മാ കൺഫ്യൂഷൻ ആക്കും. ഞാൻ പറഞ്ഞല്ലോ, ഒരു ക്വസ്റ്റ്യൻ തരും, ക്വസ്റ്റ്യന് ശേഷം 1, 2, 3, 4, അതിനുശേഷം പിന്നെ താഴെയിൽ സബായിട്ട് തരും. അങ്ങനെ ക്വസ്റ്റ്യൻ ഇങ്ങനെ, ഈ ഇംഗ്ലീഷിലൊക്കെ പ്രത്യേകിച്ച് PSCക്ക് വേണമെങ്കിൽ ഈ ഒരു പ്രോസസ്സ് ചെയ്യാം. ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, ഡിസ്ക്രിപ്റ്റീവ് ആക്കി കളയാം, നിങ്ങളുടെ ടൈം ഭയങ്കരമായിട്ട് കൺസ്യൂം ചെയ്ത് കളയാം.
ഇതും നിങ്ങൾക്ക് പ്രതീക്ഷിക്കണം മലയാളം ഇംഗ്ലീഷ് മാത്സിൽ. ഫസ്റ്റ് ഫേസിൽ മലയാളം ഇംഗ്ലീഷ് മാത്സിൽ ഭയങ്കരമായിട്ടുള്ള ഡിഫിക്കൽറ്റി കണ്ടിട്ടില്ല. എന്താ പറയാ, ഓക്കെ, നമ്മൾ സാധാരണ രീതിയിൽ കണ്ടുവരുന്ന ട്രഡീഷണൽ പാറ്റേണിലെ ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചോദിച്ചേക്കുന്നത്. പക്ഷെ ക്വസ്റ്റ്യൻസ് ഒക്കെ സ്റ്റാൻഡേർഡ് ആയിരുന്നു, അതില്ല എന്ന് പറയുന്നില്ല. ഓക്കെ, ലെറ്റ്സ് കം ടു ദ പോയിന്റ്. ഈ പേപ്പർ 1 സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ പറയുന്നുണ്ടല്ലോ, ആദ്യത്തെ 1-2 ക്വസ്റ്റ്യൻസ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ, ഇനി നിങ്ങൾക്ക് ഇതേ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നതെങ്കിൽ ദർ ആർ സം കൈൻഡ് ഓഫ് തിങ്സ് യു ഹാവ് ടു കീപ് ഇൻ മൈൻഡ്. എല്ലാ ക്വസ്റ്റ്യനും നമുക്ക് 100-ൽ 100 കട്ട് ഓഫ് അല്ലേ, 100-ൽ 100 കട്ട് ഓഫ്. എല്ലാ ക്വസ്റ്റ്യനും കേരി പിടിച്ച് എന്താ പറയാ അറ്റൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ഇനി നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ കാണുകയാണ്, നിങ്ങൾ ഈ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുമോ? ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. ലൈവ് ആരൊക്കെ ഉണ്ട് കാണുന്നു ഇപ്പോ? യെസ്. ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? വിച്ച് ഈസ് ദ ഫോളോയിങ് അസോസിയേറ്റഡ് വിത്ത് കോൾഡ് വാർ. കോൾഡ് വാർ എന്താന്നുള്ള തീം നമുക്ക് അറിയാം അല്ലെ. ദാറ്റ് ഈസ് സംതിങ് ബിറ്റ്വീൻ USSR പ്ലസ് USA അല്ലെ. കുറെ കാലം നീണ്ടു നിന്ന, എനിക്ക് തോന്നുന്നു 1947 to 1991 അത്രയും വർഷം നീണ്ടു നിന്ന അല്ല ഒരു യുദ്ധമാണ് കോൾഡ് വാർ. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ അറ്റൻഡ് ചെയ്യോ? യെസ്, അറ്റൻഡ് ചെയ്യും അല്ലെ, നമ്മൾ അറ്റൻഡ് ചെയ്യും. ഈ ക്വസ്റ്റ്യൻ ഒക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര കടുപ്പമുള്ള ക്വസ്റ്റ്യൻ എന്നൊക്കെ തോന്നും പഠിക്കാത്തവർക്ക്. പക്ഷെ വളരെ എളുപ്പത്തിൽ നമുക്ക് എലിമിനേറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റും. ഏറ്റവും സെക്കൻഡ് ഓപ്ഷൻ പേൾ ഹാർബർ അറ്റാക്ക് അല്ലെ. നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും പേൾ ഹാർബർ അറ്റാക്ക്, സഡൻ ആയിട്ട് ആക്രമിച്ചത് അല്ലെ, ജപ്പാന്റെ ആക്രമണം. വിച്ച് ഈസ് സംതിങ് റിലേറ്റഡ് വിത്ത് ദി വേൾഡ് വാർ. യു ക്യാൻ എലിമിനേറ്റ് ദി ഓപ്ഷൻ 2 അല്ലെ. യെസ്, വേൾഡ് വാർ ആണ്. അപ്പൊ ഓപ്ഷൻ 2 എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ B and D പോയി. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ 50-50 യു ഹാവ് ടു മാർക്ക് 1. നിങ്ങൾ ഒരു ഉത്തരം കണ്ടെത്തണം. ഒരു ഉത്തരം കണ്ടെത്തിയേ പറ്റും. 50-50-യിൽ നിങ്ങൾ ഓക്കെ. ദിസ് ക്വസ്റ്റ്യൻ ഈസ് വെരി സിമ്പിൾ അല്ല. ഓപ്ഷൻ A ഈസ് ദി ആൻസർ അല്ലെ. ഫോർമേഷൻ ഓഫ് നാറ്റോയുടെ ഫോർമേഷൻ. നാറ്റോ ഒക്കെ കറണ്ട് അഫയേഴ്സിൽ ഒരുപാട് തവണ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ മാഗസീനിൽ തന്നെ നാറ്റോ ഒരുപാട് തവണ നമ്മൾ മുനിച്ച് കോൺഫറൻസ് അല്ലെ. ബയൺ മ്യൂണിക് ഇസ് എ പ്ലേസ് ഇൻ ജർമ്മനി അല്ലെ. ബയൺ മ്യൂണിക് എന്നൊക്കെ അല്ലെ. നിങ്ങൾ ഓർത്തോക്കെ ബയൺ മ്യൂണിക് ഫുട്ബോൾ കാണുന്നവർക്ക് അറിയാം. സംതിങ് റിലേറ്റഡ് വിത്ത് ദി ജർമ്മനി. കോൾഡ് വാറിൽ ജർമ്മനിക്ക് എന്ത് കാര്യം എന്ന് നമുക്ക് ചിന്തിക്കാമല്ലോ. സോ ഈസ് ദി ആൻസർ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ നിങ്ങൾ. ഓക്കെ, നമ്മളിവിടെ ക്വസ്റ്റ്യൻസ് ഒന്നും ഡിസ്കസ് ചെയ്യുന്നില്ല കേട്ടോ. ഞാൻ ചുമ്മാ ജസ്റ്റ് ഒന്ന് പേപ്പർ നിങ്ങൾക്ക് അനലൈസ് ചെയ്ത് തരണം എങ്ങനെയാണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. സംതിങ് റിലേറ്റഡ് വിത്ത് മുഗൾ ആർക്കിടെക്ചർ. അടുത്ത ഫേസിലും നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ ഈ സംതിങ് റിലേറ്റഡ് വിത്ത് മുഗൾസ്. ഉറപ്പിച്ചോ? പ്രഡിക്ഷൻ അല്ല, എന്തായാലും ഉണ്ടാവും. ഷുവർ ആണ്, 100% ഉറപ്പാണ്. മുഗൾസ് ഇറ്റ്സ് എ ബിഗ് ടോപ്പിക്. മുഗൾസ് എന്ന് പറയുന്നത് ഒരു വലിയ ടോപ്പിക്കാണ്. ബേസിക്കലി UPSC ആസ്പിറൻസ് ആണ് ഇവിടുന്നൊക്കെ കൂടുതൽ പഠിക്കുക. നമ്മൾ കേരള PSC ഉദ്യോഗാർത്ഥികൾ ഇവിടുന്ന് കൂടുതൽ പഠിക്കാറില്ല. സോ ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായാലും നിങ്ങൾ അറ്റൻഡ് ചെയ്യുമോ? അറ്റൻഡ് ചെയ്യാൻ പാടില്ല. ബിക്കോസ് നമുക്കിത് അറിയില്ല. ഇതിലൊന്നും പോയിട്ട് എലിമിനേഷനും ഈ പറഞ്ഞ പോലെ ടെക്നിക്കും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യരുത്. ബിക്കോസ് വി ഡോണ്ട് നോ എനിത്തിങ്. ലീവ് ചെയ്തോളാം. ക്വസ്റ്റ്യൻ ലീവ് ചെയ്യുക, അടുത്തേക്ക് വരിക, ഡയറക്റ്റ് ഗോ. ഇനി നിങ്ങൾക്ക് നോളജ് ഉണ്ടെങ്കിൽ അബിൻ നോളജ് ഉണ്ടെങ്കിൽ യു ക്യാൻ ഗോ ഫോർ ഇറ്റ്. ബട്ട് ഫോർ മീ, ഒരു കേരള PSC ഉദ്യോഗാർത്ഥി എന്ന രീതിയിൽ ദിസ് ക്വസ്റ്റ്യൻ ഈസ് ഡിഫിക്കൽട്ട് ഫോർ മീ. ഡോണ്ട് അറ്റൻഡ്. ഞാൻ അറ്റൻഡ് ചെയ്യില്ല. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. വി വിൽ അറ്റൻഡ്. അല്ലെ, ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമുക്ക് ഉത്തരത്തിലേക്ക് എത്താം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. വൈക്കം സത്യാഗ്രഹ. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ല. TK മാധവൻ, മന്നത്ത് പത്മനാഭൻ, KP കേശവ മേനോൻ. 1, 2, 3 വരുന്ന ഏതൊക്കെയാണ്? യെസ്, 1, 2, 3 വരുന്നുണ്ട്. ഇത് വരുന്നില്ല, ഇതും വരുന്നില്ല അല്ലെ. AO DO ആണ് ഉത്തരം. ഡെഫിനറ്റ്ലി D ഈസ് ദി ആൻസർ. റഷ്യൻ റവല്യൂഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് നിങ്ങൾ അറ്റൻഡ് ചെയ്യോ? ദർ ആർ സം എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, അരുൺ ദേവ്, യെസ്, പഠിച്ചതാണ്. എനിക്കൊന്ന് സോവിയറ്റ്
ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഐ തിങ്ക് നമ്മുടെ സാർ എടുത്തതായിരിക്കാം. സോവിയറ്റ് വാസ് എ ബോഡി ഓഫ് വർക്കേഴ്സ് റെപ്രസെന്റേറ്റീവ് സെറ്റപ്പ് ടു കണ്ടക്ട് സ്ട്രൈക്സ്. വളരെ ശരിയാണ്. ദർ ആർ സം എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ്സ്. ഓക്കെ, ഈ എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റുകൾ എപ്പോഴും ശരിയാവണമെന്നില്ല, ഓർത്തിരിക്കുക, എപ്പോഴും ശരിയാവണമെന്നില്ല. ഈ എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ ഈ ഫസ്റ്റ് ഫേസിൽ നമുക്കിത് സക്സസ് ആയിരുന്നു. ചില എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റുകൾ നമുക്ക് എലിമിനേറ്റ് ചെയ്തെടുക്കാമായിരുന്നു. പക്ഷെ ഇത് എല്ലായ്പ്പോഴും ശരിയാവണമെന്നില്ല. ശ്രദ്ധിക്കുക. വാട്ട് ആർ ദിസ് എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ്? ഓൺലി ഓൾ ഓഫ് ദം. എക്സ്ട്രീം വേർഡ്സുകൾ ഉണ്ടാവും. ഡ്രാസ്റ്റിക്കലി, ഇത് UPSC ടെക്നിക്കാണ് കേട്ടോ. ഡ്രാസ്റ്റിക്കലി ആൻഡ് നമുക്ക് വേറെ ഒരുപാട് വേർഡ്സ് ഉണ്ട്. അതായത് മിനിസ്ട്രിയുടെ പേര് വരുമ്പോ, ഏതെങ്കിലും ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു സ്കീം തന്ന് അത് മിനിസ്ട്രിയുടെ പേര് വരുമ്പോ അത് തെറ്റും. നൺ ഓഫ് ദം വരുമ്പോ തെറ്റായിരിക്കും. സമ്മ് വരുമ്പോ എന്താണ്, അത് ശരിയായിരിക്കും. ഇങ്ങനെയുള്ള എക്സ്ട്രീം ആയ, അതായത് സിവിൽ സർവീസസിന് പൊതുവെ യൂസ് ചെയ്യുന്ന എലിമിനേഷൻ ടെക്നിക്കുകൾ ഉണ്ട്. ഈ ടെക്നിക്കുകൾ നമ്മുടെ കേരള PSCയിൽ ഈ ഫസ്റ്റ് ഫേസിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഒരു 3-4 ക്വസ്റ്റ്യന്റെ ഇടയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതിൽ ഏറ്റവും വലിയ ഉദാഹരണമാണ് 4ാമത്തെ സ്റ്റേറ്റ്മെന്റ്. നോക്കൂ. ദ റൊമാനോവ്സ് വേർ ദ ഓൺലി ഡൈനസ്റ്റി ടു ഫോൾ ഡ്യൂറിംഗ് ദി ഫസ്റ്റ് വേൾഡ് വാർ. അല്ലെ? ഇത്രയും വലിയ യുദ്ധം നടക്കുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇത്രയും വലിയ ലോകം കണ്ട ഏറ്റവും വലിയ യുദ്ധമായിരുന്നു ആ സമയത്ത് നടന്നത് ഫസ്റ്റ് വേൾഡ് വാർ. പിന്നീട് സെക്കൻഡ് വേൾഡ് വാർ ആയി. ഓക്കെ, യെസ്, ഹസ്ബർഗ് ഡൈനസ്റ്റി ഓൾസോ. അറിയുന്നവർക്ക്, നോളജ് വെച്ച് അറിയുന്നവർക്ക് നോളജ് വെച്ച് യൂസ് ചെയ്തോളുക. ഫസ്റ്റ് ഓഫ് ഓൾ നോളജിലാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. ഫസ്റ്റ് നോളജ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക? ദിസ് കൈൻഡ് ഓഫ് എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റിലേക്ക് കണ്ടുപിടിച്ച് പോകുക. സോ ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് തെറ്റും. അല്ല, ഒന്ന് ആലോചിച്ച് നോക്കും. ഇത്രയും വലിയ യുദ്ധം നടക്കുമ്പോൾ ഒരു ഡൈനസ്റ്റി മാത്രം ആയിരിക്കൂലോ. സോ യു ക്യാൻ എലിമിനേറ്റ് ഓപ്ഷൻ 4 C. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്തായാലും ശരിയാണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. സിമ്പിൾ ക്വസ്റ്റൻ ആണ്. സോ യു ക്യാൻ എലിമിനേറ്റ് ഓപ്ഷൻ D. എയോ ബിയോ ആണ് ഉത്തരം. നൗ യു ഹാവ് ടു ലുക്ക്. ഒന്ന് എന്തായാലും ശരിയാണ്, 2 3 ഏതോ ഒന്ന് ശരിയാണ്. ഏതോ ഒന്ന് ശരിയാണ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക? നമ്മളെ നോളജ് യൂസ് ചെയ്യുക. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിങ്ങൾ ക്വസ്റ്റ്യന്റെ ഉത്തരം മാർക്ക് ചെയ്യണമെന്ന് ഞാൻ പറയുള്ളൂ കേട്ടോ. പ്രത്യേകിച്ച് ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ മാർക്ക് ചെയ്യണം. നിങ്ങളൊന്ന് റീഡ് ചെയ്ത് അല്ലെ. ദ ഫൈനൽ ഗോൾ ഓഫ് ദ ബോൾഷെവിക് വാസ് നോട്ട് ദി എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് സോഷ്യലിസം ബട്ട് ദി എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് എ റിപ്പബ്ലിക്. ഉത്തരം പറയുന്നുണ്ട് നിങ്ങൾ. തേർഡ് സ്റ്റേറ്റ്മെന്റ് വായിക്കാം. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് വായിച്ചു. ഓക്കെ, തേർഡ് സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ വായിക്കാം അല്ലെ. നമുക്കറിയാം ഇതിൽ ഏതോ ഒന്നാണ് ശരി, ഒന്ന് തെറ്റാണ്. ദ ഫസ്റ്റ് ആക്ട് ഓഫ് ദ ലെനിൻ ഗവൺമെന്റ് വാസ് ദ അഡോപ്ഷൻ ഓഫ് ദ ഡിഗ്രി ഓൺ പീസ് ബൈ വിച്ച് Russia withdraws from the First World War at the cost of losing many of her territories. ഈ തേർഡ് സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടോ? ഒന്ന് ഓർത്ത് നോക്കിയേ. എങ്ങനെയെങ്കിലും റീകോൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഐ തിങ്ക് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ? എന്തെങ്കിലും യെസ് വായിച്ചിട്ടുണ്ടാവണം. ഈ പറഞ്ഞ പോലെ കംപ്ലീറ്റ് സെന്റൻസ് നിങ്ങൾ ആ ക്ലാസ്സിൽ യെസ്, ഞാൻ PDF നോക്കിയിരുന്നു. ഇറ്റ് വാസ് സോൾവബിൾ. സോൾവ് ചെയ്യാൻ പറ്റുമായിരുന്നു നമ്മുടെ മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട്. സോ B ഈസ് ദി ആൻസർ. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ നിങ്ങൾ. 6th ക്വസ്റ്റ്യൻ. കേരള ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് നോട്ട് ട്രൂ, ശരിയായ ഉത്തരം അല്ലാത്തതാണ് ചോദിക്കുന്നത്. തുഹഫത്തുൽ മുജാഹിദീൻ authored by ഷെയ്ഖ് സൈനുദ്ദീൻ deals with the political history of the Portuguese period. യെസ്, ശരിയാണ്. വി ഹാവ് ലേൺഡ് ഇറ്റ്. മിസ് പഠിപ്പിച്ചിട്ടുണ്ട്. അതെ, അരുൺ ലെനിന്റെ ഫസ്റ്റ് പ്രയോറിറ്റി തന്നെ വിഡ്രോ ആയിരുന്നു. അറിയാം, നോളജ് ഉണ്ട്. നമുക്ക് നോളജ് വെച്ച് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ഫേസ് ഭയങ്കര ഡിഫിക്കൽട്ട് ആണെന്ന് ഇപ്പൊ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നോ, ഭയങ്കര ഡിഫിക്കൽട്ട് ഒന്നും അല്ല. പഠിച്ചവർക്ക് വളരെ എളുപ്പത്തിൽ 60 മാർക്കൊക്കെ സോൾവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. ആൻഡ് അവർ സ്റ്റുഡൻസ്, ഓക്കെ, പേര് ഞാൻ പറയുന്നില്ല, നമ്മുടെ സ്റ്റുഡൻസ് തന്നെ 60+ സ്കോർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, മോർ ദൻ ഒരുപാട് പേര് സ്കോർ ചെയ്തിട്ടുണ്ട് 60+. റൈറ്റ്.
സോ ഫസ്റ്റ് വൺ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സെക്കൻഡ് വൺ നോക്കുക. കൗടില്യാസ് അർത്ഥശാസ്ത്ര ഈസ് ദ ഏർലിയസ്റ്റ് സാൻസ്ക്രിത് വർക്ക് വിച്ച് കണ്ടെയ്ൻസ് എ റെഫറൻസ് ടു കേരള. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഈ സ്റ്റേറ്റ്മെന്റ് എവിടെയെങ്കിലും? കൗടില്യാസ് അർത്ഥശാസ്ത്ര. ഗുരുവായൂർ ടെമ്പിൾ റെക്കോർഡ്സ് പ്രൂവ് ദാറ്റ് ദ ടിപ്പു സുൽത്താൻ ഓർഡേർഡ് an annual grant. ഇല്ല, ഓക്കെ അബിൻ, അത് കേട്ടിട്ടില്ല. Annual grant to the temple for the conduct of daily pujas. Marco Polo, Niccolo Conti were the Spanish travelers who visited Quilon during the 14th century. നമ്പർ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നമുക്കറിയാം, അത് നമ്മുടെ മെറ്റീരിയലുണ്ട്. ഓക്കെ, പൊളിറ്റിക്കൽ ഹിസ്റ്ററി ഓഫ് തോഫത്ത് അൽ മുജാഹിദീൻ. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. സോ യു ക്യാൻ എലിമിനേറ്റ് ഓപ്ഷൻ എ ആൻഡ് സി. അഗൈൻ യു ആർ ഇൻ 50-50 പൊസിഷൻ. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്തായാലും തെറ്റാണ്, അറിയാലോ അല്ലെ. ഇത് കൗടില്യ അർത്ഥശാസ്ത്ര കേരളത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് തെറ്റാണെന്ന് തിരിഞ്ഞു ക്വസ്റ്റ്യൻ പേപ്പർ വഴി. ഇതിൽ തേർഡ് സ്റ്റേറ്റ്മെന്റ് ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് ഏതോ ഒന്ന് തെറ്റാണ്, ഏതോ ഒന്ന് ശരിയാണ്. നൗ യു ഹാവ് ടു യൂസ് യുവർ സെൻസ്. ബി ആണ് ഉത്തരം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഗുരുവായൂർ ടെമ്പിളുമായിട്ട് ടിപ്പു സുൽത്താൻ എന്തെങ്കിലും ലിങ്ക് ഉണ്ടോ എന്ന് ആലോചിച്ച് നോക്കുക. ഗുരുവായൂർ ടെമ്പിൾ, വേർ ഈസ് ദിസ് ഗുരുവായൂർ ടെമ്പിൾ? പ്ലേസ് എവിടെയാണ്? അരുൺ. ആനുവൽ ഗ്രാൻഡ് എന്നൊക്കെ അല്ലെ, ആനുവൽ ഗ്രാൻഡ് ഫോർ കണ്ടക്ടിങ് ഡെയിലി പൂജാസ്. തൃശ്ശൂർ. ടിപ്പു സുൽത്താൻ തൃശ്ശൂരൊക്കെ എത്തിയിട്ടുണ്ടോ? ഇങ്ങനെയൊക്കെ ആലോചിക്കണം എക്സാമിന്. ഓക്കെ, ലെറ്റ് ബി, ലീവ് ഇറ്റ്. ജോക്കിസ്, തമാശയാണ്. ബി ആണ് ഉത്തരം. മാർക്കോ പോളോ, നിക്കോളോ കോണ്ടി വേർ ദ സ്പാനിഷ് ട്രാവലേഴ്സ്. ക്രോസ് ചെയ്തിട്ടില്ല. യെസ് അരുൺദേവ്. അങ്ങനെ ആലോചിച്ച് കഴിഞ്ഞാൽ ഉത്തരത്തിലേക്ക് എത്താം. മലബാർ ഏരിയസിലാണ് ഐ തിങ്ക് ടിപ്പു സുൽത്താൻ. ലെറ്റ് ഇറ്റ് ബി, അത് വേറെ ടോപ്പിക്കാണ്. സോ ഇങ്ങനെ ഉത്തരത്തിലേക്ക് എത്താം. ദിസ് ഈസ് വെരി ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ, ബട്ട് നിങ്ങൾ പഠിച്ചു വെച്ചിട്ട് നിങ്ങൾക്ക് ഉത്തരത്തിലേക്ക് എത്താം അല്ലേ. ഞാൻ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരികയാണ്. ഇതൊന്നും ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഒന്നും അല്ല. നമുക്ക് എന്താ പറയാ, ലോജിക് യൂസ് ചെയ്തിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതാണ് ഞാൻ പറഞ്ഞത്. PSC ഫേസ് 1 UPSCയുടെ സ്വഭാവം കാണിച്ചിട്ടുണ്ട് പേപ്പറിൽ. UPSCയുടെ മോസ്റ്റ് പ്രോബബിൾ ക്വസ്റ്റ്യൻസ് ഇങ്ങനെയായിരിക്കും. നമുക്ക് അറിയാത്ത സ്റ്റേറ്റ്മെന്റുകളായിരിക്കും. നമ്മൾ ഇതുവരെ കേട്ടിട്ടുണ്ടാവില്ല കുറെ സ്റ്റേറ്റ്മെന്റുകൾ, പക്ഷെ അത് നമ്മുടെ ലോജിക് യൂസ് ചെയ്തിട്ട് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് വാസ് സ്റ്റാർട്ടഡ് ബൈ ഗാന്ധി. ശരിയാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. റിമൂവൽ ഓഫ് അൺടച്ചബിലിറ്റി among Hindus and promotion of Hindu-Muslim unity were part of them. Yes, obviously. Yeah, again we can go for the extreme statement. ഡെഫിനറ്റ്ലി ഈ ഒരു സെക്ഷൻ കാണുന്നവർക്ക് സെക്കൻഡ് ഫേസ് എഴുതുമ്പോൾ വെരി യൂസ്ഫുൾ ആയിരിക്കും. KS-ന് യൂസ്ഫുൾ ആയിരിക്കും. ഇതൊക്കെ നിങ്ങളുടെ നോളജ് യൂസ് ചെയ്തിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. എന്നാലും നമുക്ക് എക്സ്ട്രീം, നമ്മൾ വായിച്ചിട്ടില്ലെങ്കിലും എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് ഇതിലും വന്നു. തേർഡ് സ്റ്റേറ്റ്മെന്റ് നോക്കൂ. ദ ഗോൾ ഓഫ് ദ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് വാസ് ദി അറ്റൈൻമെന്റ് ഓഫ് സെൽഫ് ഗവൺമെന്റ് ത്രൂ എനി മീൻസ്. എനി ഈസ് എൻ എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് അല്ലെ. നണ്ണ് എന്നൊക്കെ പറയുന്ന പോലെ നണ്ണ്, എനി, ഓൾ ഓഫ് ദം, ഓൺലി അല്ല. ഓൺലിന്റെ വേറൊരു പേരാണ് അല്ല, വേറെ രീതിയിലാണ് നണ്ണുള്ളത്. നമുക്കറിയാം ഗാന്ധിജിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നോൺ വയലൻസ് ആയിരുന്നു അല്ലെ. നോൺ വയലൻസ് ആയിരുന്നു. എനി മീൻസ് എന്ന് പറയുമ്പോൾ അതില് നോൺ വയലന്റും എല്ലാ കാര്യങ്ങളും ഉൾപ്പെടും. ഹൗവർ ഗാന്ധിജി നോൺ വയലൻസിനാണ് പ്രൊമോട്ടർ അല്ലെ, അഹിംസ. സോ യു ക്യാൻ ഈസിലി എലിമിനേറ്റ് ഓപ്ഷൻ 3. പോയി 3 ഏതൊക്കെ പോയി? എ പോയി, ബി പോയി, ഡി പോയി. ഡയറക്റ്റ് ആൻസർ അല്ലേ. UNO, this kind of general question, general പോസിറ്റീവ് ക്വസ്റ്റ്യൻസ് വായിച്ചു നോക്കൂ. ടു മെയിൻറ്റെയിൻ യുണൈറ്റഡ് നേഷൻസിന്റെ ഐക്യരാഷ്ട്രസഭയുടെ എന്താണെന്നാണ് ചോദ്യം. മെയിൻറ്റെയിൻ ഇന്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി നമുക്കറിയാം. ടു ഡെവലപ്പ് ഫ്രണ്ട്ലി റിലേഷൻ, യെസ് ശരിയാണ്. ടു അച്ചീവ് ഇന്റർനാഷണൽ കോപ്പറേഷൻ ശരിയാണ്. പ്രൊമോട്ടിംഗ് റെസ്പെക്ട് ഫോർ ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ഫണ്ടമെന്റൽ ഫ്രീഡം അല്ലെ. എന്താണ്, വളരെ ജനറൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. യു ക്യാൻ ഈസിലി ഗോ ഫോർ ഡി, പോസിറ്റീവ് ആൻഡ് ജനറൽ ക്വസ്റ്റ്യൻ. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലെ. ഇതൊന്നും നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല.
കോമൺ സെൻസ് വെച്ച് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. SNDP നിങ്ങൾ പഠിച്ചാണ്. ഓക്കെ, റിവോൾട്ട് ഓഫ് 1857 ഇതും നിങ്ങൾ പഠിച്ചതാണ്. റൈറ്റ്. ദ ബ്രിട്ടീഷ് പാസ്ഡ് ബെറ്റർ ഗവൺമെന്റ് ഓഫ് ആക്ട് അല്ലെ. എങ്ങനെയാണ് റിവോൾട്ട് ഓഫ് 1857 വന്നത്? അതിന്റെ ചരിത്രം മുഴുവൻ നമ്മൾ പഠിച്ചാണ് അല്ലെ. റൂൾ ഓഫ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ത് ചെയ്തു? അവിടെ ബ്രിട്ടീഷ് ക്രൗൺ വരുന്നു, സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് വരുന്നു അല്ല, ഓഫീസ് ഓഫ് ദ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് വരുന്നു. ആൻഡ് 15 മെമ്പേഴ്സ് അല്ലെ, 16 മെമ്പേഴ്സോ എത്ര മെമ്പേഴ്സ് ടു അസിസ്റ്റ് ചെയ്യും. കമ്മ്യൂണൽ റെപ്രസെന്റേഷൻ ആൻഡ് ഡയാർക്കി വെയർ ഇൻട്രൊഡ്യൂസ്ഡ്. ശരിയാണോ? അല്ല, ദിസ് വാസ് നോട്ട് കറക്റ്റ്. സി ആണ് ഉത്തരം. 4 തെറ്റാണ്. ഓക്കെ, ഒറ്റ കാര്യം കൊണ്ട് നിങ്ങൾക്ക് ഉത്തരത്തിലേക്ക് എത്താം അല്ലെ. ഇതാണ് ഞാൻ പറഞ്ഞത്. PSC ഒരുപാട് മാറി അല്ലെ. നിങ്ങൾ ക്വസ്റ്റ്യൻസ് നോക്കും, ഒരുപാട് മാറി. പേപ്പർ 1 കാണുമ്പോൾ എനിക്ക് UPSCയുടെ സ്വഭാവം ഉള്ള പോലെ തോന്നുന്നുണ്ട്. ഓക്കെ, നമ്മൾ 4-5 വർഷം UPSCക്ക് പ്രിപ്പയർ ചെയ്തവരായതുകൊണ്ട് നമുക്കറിയാം. സി ഈസ് ദി ആൻസർ. ഫോർ ഹിസ്റ്ററി നമ്മൾ മൊത്തത്തിലെടുത്ത് നോക്കുകയാണെങ്കിൽ ഇറ്റ് വാസ് സോൾവബിൾ. 1-2 ക്വസ്റ്റ്യൻ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം സോൾവബിൾ ആയിരുന്നു. പക്ഷേ ഇറ്റ് വാസ് വെരി ടൈം കൺസ്യൂമിങ് അല്ലെ. വളരെ ടൈം മാനേജ്മെന്റ് ഉള്ളവർക്ക് മാത്രമേ ഈ പേപ്പർ ഫുൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ടൈം മാനേജ്മെന്റിന്റെ കാര്യമൊക്കെ നമ്മൾ ടെസ്റ്റ് സീരീസിൽ പറഞ്ഞിട്ടുണ്ട്. ടെസ്റ്റ് സീരീസ് ഇനീഷ്യേറ്റീവില് മെന്റർഷിപ്പ് സെക്ഷനിലൊക്കെ ഞാൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ഏത് രീതിയിലാണ് നോക്കേണ്ടതെന്നൊക്കെ ഉള്ളത്. ആൻഡ് അതിനുശേഷം geography was very difficult for many students, but actually it wasn't. അല്ലെ, ജോഗ്രഫിയിൽ എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ PSC എന്ത് ചെയ്തു? ഒരുപാട് ഫാക്ടുകൾ ഒറ്റ ക്വസ്റ്റ്യനിലേക്ക് കൊണ്ടുവന്നു. ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്, പക്ഷെ ആ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യണമെങ്കിൽ എന്താണ്? ഒരുപാട് ഫാക്ടുകളെ കുറിച്ച് നിങ്ങൾക്ക് അറിയണം. ക്ലിയർലി കോൺസെപ്റ്റുവൽ ക്വസ്റ്റ്യൻ. കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ടില്ലെങ്കിൽ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റില്ല. ഞാൻ ആർഷ മിസ്സുമായിട്ട് സംസാരിച്ചിരുന്നു. അപ്പൊ മിസ് പറഞ്ഞത് എന്റെ അടുത്ത്, നമ്മുടെ ക്ലാസ് പ്രോപ്പറായി കണ്ടു, PDF റീഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യനും സോൾവബിൾ ആണ്. ഇനി ക്ലാസ് കാണാതെ PDF മാത്രം വായിച്ചവരാണെങ്കിൽ പോലും അറൌണ്ട് 4 ക്വസ്റ്റ്യൻ സോൾവബിൾ ആണ്. എനിക്ക് തോന്നുന്നു ജിയോഗ്രഫിയുമായി ബന്ധപ്പെട്ട് ആർഷ മിസ് ഓൾറെഡി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. യു ഗൈസ് ക്യാൻ സീ ദർ. അത് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മെയിൻ ചാനലിലൊക്കെ. സോ ഹിയർ ഓൾസോ അല്ലെ, ജോഗ്രഫിയിൽ നമുക്ക് എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റുകളൊക്കെ കണ്ട് ഉത്തരത്തിലേക്ക് എത്താമായിരുന്നു. ജോഗ്രഫി ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല, ബിക്കോസ് ഇറ്റ് ഈസ് ഓൾറെഡി ഡിസ്കസ്ഡ് ബൈ ആർഷ. Geography was very lengthy, very time consuming. നിങ്ങൾക്ക് ജോഗ്രഫിയിൽ കമാൻഡ് ഇല്ലെങ്കിൽ ജസ്റ്റ് ലീവ് ഇറ്റ്. ഓക്കെ, 5 ക്വസ്റ്റ്യനും സാധാരണ PSCയുടെ സ്വഭാവം വെച്ചിട്ട് 5-ൽ 3 ക്വസ്റ്റ്യൻ ഒക്കെ എളുപ്പമായിരിക്കും, 1-2 ആയിരിക്കും ഡിഫിക്കൽട്ട് ആക്കുക. ബട്ട് ഹിയർ 5 ക്വസ്റ്റ്യനും എന്ത് ചെയ്തു? തൊട്ടില്ല, ഡിസ്ക്രിപ്റ്റീവ് ആക്കി കളഞ്ഞു. 5 ക്വസ്റ്റ്യനും ഡിസ്ക്രിപ്റ്റീവ് ആയി കളഞ്ഞു. ബിക്കോസ് 1 hour 1 hour 50 minutes ഇത് കംപ്ലീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ബിഗ് ചാലഞ്ചിങ് ആണ്. 1 hour 30 minutes ആണ് നമ്മുടെ മെയിൻസ്. ഓക്കെ, യഥാർത്ഥത്തിൽ മെയിൻസിനൊക്കെ കാണുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് പ്രിലിംസിനും കണ്ടു തുടങ്ങി. നമിത ക്ലൈമറ്റിക് ചാപ്റ്റേഴ്സ് പഠിച്ചാൽ മതി. മൺസൂണുമായി റിലേറ്റഡ് ആയിട്ട് പാൽഗട്ട് ഗ്യാപ്പ് ഇത് ഓൾറെഡി ഡിസ്കസ്ഡ് ആണ്. ഓക്കെ, സോ ജോഗ്രഫിയുടെ കാര്യം ഞാൻ പറയുന്നില്ല. എക്കണോമിക്സ് ഇസ് വെരി സിമ്പിൾ. ഓക്കെ, ഞാൻ പഠിപ്പിച്ചുകൊണ്ട് പറയല്ല. 5-ൽ 5 ക്വസ്റ്റ്യനും നമ്മുടെ PDF-ലുണ്ട്. നമ്മൾ PYking ചെയ്തിട്ടുണ്ട്. കറക്റ്റ് ആയിട്ട് ക്ലാസ് കാണുന്നവർക്ക്, കറക്റ്റ് ആയിട്ട് PDF ഫോളോ ചെയ്യുന്നവർക്ക് കറക്റ്റ് ആയിട്ട് അറിയാം. നാഷണൽ ഇൻകത്തിന്റെ ഒക്കെ ഇതേ മാതൃകയിലുള്ള മോഡൽ ക്വസ്റ്റ്യൻസ് നമ്മൾ ക്ലാസ് ചെയ്തിട്ടുണ്ട്. CDSന്റെ അതേപോലെ തന്നെ UPSCയുടെ ഒക്കെ ക്വസ്റ്റ്യൻ ഉണ്ട് ഇതേ രീതിയിൽ തന്നെ. നാഷണൽ ഇൻകം, ഗരീബി ഹട്ടാവോ, കുറെ പേര് 4th കുത്തിയിട്ടുണ്ടാവും, ബട്ട് ആക്ച്വലി ആൻസർ ഈസ് 5th. ഇവിടെ 4th എന്താണ്? ഇന്ദിരാഗാന്ധിയുടെ ഒരു റെഫറൻസ് വരുന്നുണ്ട്. അപ്പൊ കുറെ പേര് 4th 5th ആണ് ആൻസർ. അഗെയിൻ സിമ്പിൾ ക്വസ്റ്റ്യൻ, നീതി ആയോഗ്, ഇതൊക്കെ നമ്മൾ ഒരുപാട് തവണ പഠിച്ചതാണ്. അഗെയിൻ എ കോൺസെപ്റ്റ് ക്വസ്റ്റ്യൻ. 3 ക്വസ്റ്റ്യൻ ഈസി ആയിരുന്നു, പിന്നെ 2 ക്വസ്റ്റ്യൻ കോൺസെപ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. കാണാപ്പാടം പഠിച്ചാൽ കിട്ടില്ല. കറക്റ്റ് ആയിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബഡ്ജറ്റിന്റെ എന്താണ് ആ ഇമേജ് അല്ലെ. റവന്യൂ ബഡ്ജറ്റ്, ക്യാപിറ്റൽ ബഡ്ജറ്റ്, അതിലെ ടാക്സ്, നോൺ ടാക്സ്, അതിന് പിന്നെ റെസീപ്റ്റ്, കാര്യങ്ങൾ എല്ലാം. ഹൗഎവർ ഹിയർ ഓൾസോ യു ക്യാൻ യൂസ് എലിമിനേഷൻ ടെക്നിക്. 19ാമത്തെ ക്വസ്റ്റ്യനിലും യൂസ് ചെയ്യാം. എങ്ങനെ എലിമിനേഷൻ ടെക്നിക്? ഹിയർ ഓൺലി tax revenue is collected from both the business and individuals and business
while non-tax revenue is collected only from businessmen. അതെങ്ങനെയാണ് നോൺ ടാക്സ് ബിസിനസ് വരത്ത് മാത്രം കളക്ട് ചെയ്യുക? That seems to be very extreme statement. ടാക്സ് ആണെങ്കിലും നോൺ ടാക്സ് ആണെങ്കിലും എവ്രി വൺ ഇസ് എന്താ പറയുക എല്ലായിടത്തും കളക്ട് ചെയ്യും. സോ ഫസ്റ്റ് വൺ നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യാം. എയും പോയി ഡിയും പോയി. നൗ ബി ആൻഡ് സി ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ വി ഹാവ് ടു ചൂസ് വൺ. അഗെയിൻ ടാക്സ് റവന്യൂ ഇസ് കളക്ടിങ് ഇമ്പോസിംഗ് കമ്പൽസറി ലെവീസ്. നോൺ ടാക്സ് റവന്യൂ comes from government services, fees and investment. അറിയില്ല, അവിടെ നിൽക്കട്ടെ. Both the tax and non-tax revenue are compulsory payment to the government. അറിയില്ല. Non-tax revenue includes penalties and fines, but not interest received. ഇത് കറക്റ്റ് ആയിട്ട് നമ്മുടെ ക്ലാസ്സിൽ കവർ ചെയ്തതാണ് fourth statement, which is a wrong statement. Right. But for me, ഇതൊക്കെ ആ സമയത്തുള്ള പ്രഷറിൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടണമെന്നില്ല. എക്സാമിനേഷൻ പ്രഷർ എന്ന് പറഞ്ഞാൽ സംതിങ് ഡിഫറെന്റ് ആണ്. വീട്ടിലിരുന്ന് എഴുതി കഴിഞ്ഞാൽ നമുക്ക് 55 കിട്ടുമെങ്കിൽ എക്സാം ഹാളിൽ പോയിട്ട് എഴുതുമ്പോൾ 45 വരും. ദാറ്റ്സ് ബിക്കോസ് ഓഫ് ദി എക്സാം പ്രഷർ. ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് ഈസ് റോങ്. കോൺസെപ്റ്റൽ ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് റവന്യൂ ഡെഫിസിറ്റും ഫിസിക്കൽ ഡെഫിസിറ്റും. ഓൾറെഡി നമ്മൾ ഇതിന്റെ ഡെഫിനിഷനും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തതാണ് ക്ലാസ്സിൽ. എഗെയിൻ എ കോൺസെപ്റ്റൽ ക്വസ്റ്റ്യൻ. എന്നിരുന്നാലും ദർ ആർ സം എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ്. ഒരു ഓപ്ഷനൊക്കെ നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യാം. ഓൺലി ഒക്കെ വരുന്നുണ്ട്. സോ എ ആണ് ഉത്തരം കേട്ടോ. ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണ്. ഫോർ മീ ഹിസ്റ്ററി വാസ് സോൾവബിൾ. ജോഗ്രഫി വാസ് വെരി ഡിഫിക്കൽട്ട്. ഡിസ്ക്രിപ്റ്റീവ് ആക്കി കളഞ്ഞു. പക്ഷെ ജോഗ്രഫിയിൽ 5 സ്കോർ ചെയ്തവരുണ്ട് കേട്ടോ നമ്മുടെ കൂട്ടത്തിൽ തന്നെ. ഓക്കെ, ഐ വാസ് റിയലി സർപ്രൈസ്ഡ്. അതെ, എക്കണോമിക്സ് വാസ് ഓൾസോ സോൾവബിൾ. സിവിക്സിന്റെ പാർട്ടിൽ PSC കംപ്ലീറ്റ്ലി PSCയുടെ ഒരു ട്രഡീഷണൽ സ്റ്റൈൽ ഉണ്ടല്ലോ, അത് കംപ്ലീറ്റ്ലി PSC മാറ്റിക്കളഞ്ഞു. സാധാരണ രീതിയിൽ സിവിക്സിന്റെ ക്വസ്റ്റ്യൻസിൽ നമുക്ക് കാണാൻ പറ്റുക ഈ പറഞ്ഞ പോലെ ഈ കമ്മീഷൻസിനെ കുറിച്ച് ചോദിക്കും. സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ, നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ, സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ, അങ്ങനെയുള്ള കമ്മീഷനെ കുറിച്ചൊക്കെയുള്ള ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ടായിരുന്നു. പ്രസിഡന്റിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ, പാർലമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യം. ആ ഒരു കൺവെൻഷൻ ഇവിടെ കംപ്ലീറ്റ്ലി മാറ്റി കളഞ്ഞിട്ടുണ്ട്. യു ക്യാൻ സി ഹിയർ ദിസ് വൺ. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ മുമ്പിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യും. നോക്കിയേ. The National E-Governance Plan is an initiative of the Government of India to make all government services available to the citizen of India. അറ്റൻഡ് ചെയ്യരുത്. അരുണ്ട്, വെരി ഗുഡ്. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ ഡിസിഷൻ വരണം. അറ്റൻഡ് ചെയ്യാൻ പാടില്ല. അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെന്തായാലും നെഗറ്റീവിലേക്കേ പോവുള്ളൂ. വെരി ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ. ഡിഫിക്കൽട്ട് കാറ്റഗറിയിൽ ഉൾപ്പെടുത്താം. ദിസ് വൺ ഈസ് സോൾവബിൾ. 22 ക്വസ്റ്റ്യൻ സോൾവബിൾ ആണ്, കവർ ചെയ്തിട്ടുണ്ട്. ഇതും സോൾവബിൾ ആണ്. ആന്റി ഡിഫ്യൂഷൻ ലോ സിമ്പിൾ ആണ്. 24th ക്വസ്റ്റ്യൻ നോക്കിയ നിങ്ങൾ. ദ 4 ബേസിസ് ഓഫ് departmentalization is popularly known as 4 P's. They are dash. 24th statement. ഇത് നിങ്ങൾ അറ്റൻഡ് ചെയ്യോ 24? നോ യെസ് നോ. മിക്കവരും എന്ത് ചെയ്യും? ഡി മാർക്ക് ചെയ്തിട്ട് വരും അല്ലെ? കാണുമ്പോൾ എല്ലാം ഒരേപോലെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഡി മാർക്ക് ചെയ്ത് വരും. ഫോർ മീ ദിസ് ഈസ് ഓൾസോ എ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ. സിവിക്സ് ഈ പ്രാവശ്യം കുറച്ച് കടുപ്പാക്കി കളഞ്ഞു കേട്ടോ. ജോഗ്രഫി സിവിക്സ് കടുപ്പാക്കിയിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ ഹ്യൂമൻ റൈറ്റ്, വെരി ഡിഫിക്കൽട്ട്, പഠിച്ചവർക്ക് മാത്രം കിട്ടുന്നതാണ്. അതെ, വിന്യാർ ഡി ആകുമ്പോ യെസ് 5 പീസ് വരും. വിന്യാർ യു ക്യാൻ യൂസ്. അങ്ങനെയുള്ള സ്മാർട്ട് ടെക്നിക്ക് യൂസ് ചെയ്യാമല്ലേ. ഹ്യൂമൻ റൈറ്റ് ഡേറ്റയും ഞാനാണെങ്കിൽ ക്വസ്റ്റ്യൻ ലീവ് ചെയ്യും. ഓക്കെ, ബിക്കോസ് ഞാനിത് പഠിച്ചിട്ടില്ല. അറിയുന്നവർക്ക് ഡയറക്റ്റ് ഇതിൽ ഏതോ ഒന്നാണ് തീം അല്ല, ഏതോ ഒറ്റൊന്ന് മാത്രമേ തീമുള്ളൂ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ഉത്തരം. എ ആണ് ഉത്തരം. അവർ റൈറ്റ്സ്, അവർ ഫ്യൂച്ചർ റൈറ്റ്സ് നൗ. ബട്ട് ഐ ഡോണ്ട് സി എനി എലിമിനേഷൻ ടെക്നിക്ക് ഒന്നും യൂസ് ചെയ്ത് നമുക്ക് എത്താൻ പറ്റില്ല. നമുക്ക് നോളജ് ഉണ്ടെങ്കിൽ, പ്യുവർ നോളജ് ഉണ്ടെങ്കിൽ മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്.
അറിയായിരുന്നു, വായിച്ചിട്ടുണ്ട്. 73rd amendment, polity was very direct question, സിമ്പിൾ ആയിരുന്നു. ഓക്കെ, പൊളിറ്റി ഒക്കെ ഡിസ്കസ് ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. സോറി, 5 ക്വസ്റ്റനും സിമ്പിൾ ആയിരുന്നു. ഒരു 4 മാർക്ക് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. കടമനിട്ട നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. റിനൈസൻസ്, സമത്വ സമാജം PYQ ആണ്. അല്ല, ആർട്ട് ആൻഡ് കൾച്ചർ. ഇവിടെ എന്ത് സംഭവിച്ചു എന്നറിയാം നിങ്ങൾ? നമ്മൾ അറിയാം, ആർട്ട്, കൾച്ചർ, ലിറ്ററേച്ചർ, സ്പോർട്സ്, കറണ്ട് അഫയേഴ്സ്. സാധാരണ രീതിയിൽ PS എന്ത് ചെയ്യും? കറണ്ട് അഫയേഴ്സിനായിരിക്കും കൂടുതൽ ചോദ്യം ചോദിക്കുക. ഇവിടുന്ന് ചോദ്യങ്ങൾ കാണാറില്ല. ഡിഗ്രി പ്രിലിംസിന് നിങ്ങൾ നോക്കിയാൽ മതി. ഈ പ്രാവശ്യം എന്ത് ചെയ്തു? ഈ കറണ്ട് അഫയേഴ്സിലെ ഭാഗങ്ങൾ എന്ത് ചെയ്തു? വെട്ടിക്കുറച്ച് ഇതിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിച്ചു. ആർട്ട്, കൾച്ചർ, ലിറ്ററേച്ചർ, സ്പോർട്സ്. സോ കറണ്ട് അഫയേഴ്സിന് എനിക്ക് തോന്നുന്നു ഇതിൽ ഒട്ടും പ്രാധാന്യം ഇല്ലാത്തൊരു പേപ്പർ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് പേഴ്സണലി. ബട്ട് ആർട്ട്, കൾച്ചർ, ലിറ്ററേച്ചർ പേഴ്സണലി എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. 73rd amendment ക്യാൻസൽ ആവുന്നു. ദർ ഇസ് എ ചാൻസ് ക്യാൻസൽ ആവാനുള്ള സാധ്യത ഉണ്ട്. അല്ലെങ്കിൽ ആൻസർക്ക് ചേഞ്ച് ആവും. രണ്ടിലേതെങ്കിലും ഒന്നാവും. മിക്കവരും ചലഞ്ച് ചെയ്തിട്ടുണ്ടാവുമല്ലോ. റൈറ്റ്. കുമാരനാശാൻ, റിനൈസൻസ്. ഓക്കെ, ഇതൊക്കെ ഈസിയാണ്. ഫസ്റ്റ് മുസ്ലിം മോസ്ക് ഇൻ ഇന്ത്യ. ടേം ലിബറോ. സ്പോർട്സ് എന്നൊക്കെ ക്വസ്റ്റ്യൻസ് വന്നുണ്ടോ? ഒളിമ്പിക്, നാഷണൽ ഗെയിം. സെക്കൻഡ് ഫേസിൽ നമുക്കറിയില്ല. സെക്കൻഡ് ഫേസിൽ PSC ഇതേ രീതിയിൽ ആർട്ട്, കൾച്ചർ, ലിറ്ററേച്ചർ എന്ന് ചോദിക്കാം, ഇല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സ് എന്ന് ചോദിക്കാം. ഓക്കെ, എന്തായാലും ഫസ്റ്റ് ഫേസിൽ ഇതാണ് കൂടുതൽ ടച്ച് ചെയ്തിട്ടുള്ളത്. ഈ ഏരിയ ടച്ച് ചെയ്തിട്ടില്ല. നാഷണൽ ഗെയിം ഓഫ് ബംഗ്ലാദേശ്, ലിബറോ ഒക്കെ നിങ്ങൾക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. ആൻഡ് ഈ പറഞ്ഞ പോലെ കമ്പ്യൂട്ടറും വാസ് ഓൾസോ ഈസി. PDF റീഡ് ചെയ്താൽ തന്നെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്ന ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചോദിച്ചേക്കുന്നത്. 5ൽ 4 മാർക്സ് ഒക്കെ നേടാൻ പറ്റും. For me, science and technology was very difficult. Okay, science and technology. Forty-sixth question. Newton's law question is yes a bit. ഞാൻ കോമൺലി പറയാണ്, ഒരു ക്വസ്റ്റ്യൻ ഒക്കെ എളുപ്പമായിരിക്കും. ബട്ട് ഫോർ മീ സയൻസ് ആൻഡ് ടെക്നോളജി വാസ് സിമിലർ ലൈക്ക് ജോഗ്രഫി പോലെ തന്നെ ഭയങ്കര ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇതൊക്കെ വായിച്ച് തീരാൻ തന്നെ എക്സാം പ്രഷറിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. 46th ആണെങ്കിലും 47th ആണെങ്കിലും ദിസ് ക്വസ്റ്റ്യൻ ഈസ് ഈസി. സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് ഈസിയാണ്, അല്ലാത്തവർക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ, ഇത് നമുക്ക് എക്സ്ട്രീം എലിമിനേഷൻ ടെക്നിക്ക് യൂസ് ചെയ്ത് നമ്മൾ ക്ലാസ്സിൽ കവേർഡ് ആണ് ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ. ബട്ട് ഓൺലി ആൻഡ് യു ക്യാൻ എലിമിനേറ്റ് ഓപ്ഷൻ 2. സോ A പോവും, 2 ഏതൊക്കെയാണ് വരുന്നത്? ഇത് പോവും, C പോവും. ഡയറക്റ്റ് ഉത്തരത്തിലേക്ക് എത്താം, C. 49, 50. 49ഉം 50ഉം എളുപ്പമാണോ ഡിഫിക്കൽട്ട് ആണോ? വി ക്യാൻ സി കറണ്ട് അഫയേഴ്സ് ലിങ്ക് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ചോദിച്ചിട്ടുള്ളത്. നാഷണൽ സ്പേസും ചാന്ദ്രയാനും ഒക്കെ ലിങ്ക് ചെയ്ത് ഡിഫിക്കൽട്ട് ആണ്. നിമിത ജസ്റ്റ് ലീവ് ദാറ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഈ 49ഉം 50ഉം ഒക്കെ ലീവ് ചെയ്യുക. വേറെ ഓപ്ഷൻ ഇല്ല നമുക്ക്. ഓക്കെ, സോ ഓൾമോൾ നമ്മൾ മൊത്തത്തിൽ എടുക്കുകയാണെങ്കിൽ there were 3 question. 3 ക്വസ്റ്റ്യൻ നമുക്ക് എലിമിനേഷൻ ടെക്നിക്കലി യൂസ് ചെയ്യാൻ പറ്റും. ഒരുപാട് ക്വസ്റ്റ്യൻ 50-50 ലോജിക് വെച്ച് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണെങ്കിലും ആവറേജ് ആയിട്ടുള്ള ഒരു ഉദ്യോഗാർത്ഥിക്ക് 30 to 35 മാർക്സ്. ഓക്കെ, അത് കുറച്ച് കൂടുതലാണ്, ഞാൻ പറയുന്നില്ല. എന്നാലും ഒരു 30 മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റുന്ന GK ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചോദിച്ചത്. ലോജിക്, ഈ GKയിൽ 50 ക്വസ്റ്റ്യനില് ലോജിക്കൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്, എല്ലാം ഉണ്ട്. വെരി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. വെരി സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ പേപ്പർ. PSCയുടെ ആ ഒരു ലെവൽ ഇൻക്രീസ് ചെയ്തത് കാണാൻ പറ്റുന്നുണ്ട്. ഇനി ഫേസ് 2ല് ഞാൻ പ്രിഡിക്ട് ചെയ്യുന്നത്, ഓക്കെ, ദിസ് ഈസ് ജസ്റ്റ് എ പ്രഡിക്ഷൻ,
നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ മൈൻഡ് ഡിഫിക്കൽട്ട് ഫേസിൽ തന്നെയാണ് നിങ്ങൾ എക്സാം എഴുതാൻ പോകുന്നത് എന്നുള്ളത് എന്നെ മനസ്സിൽ ഇതായിട്ട് പോകണം. ഇതേ രീതി തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിഫിക്കൽട്ട് ആണെന്ന് വിചാരിച്ചത് തന്നെ പോകണം. ബട്ട് ഐ ആം പ്രെഡിക്റ്റിംഗ് GK പോർഷൻസ് എളുപ്പമായിരിക്കും. ഫേസ് 2 ദർ ഈസ് എ പോസിബിലിറ്റി. എന്നിട്ട് എന്ത് ചെയ്യും? മലയാളം, ഇംഗ്ലീഷ്, മാത്സിൽ ഡിഫിക്കൽട്ടിനെസ് കൊണ്ടുവരും. മിക്കവാറും സെക്കൻഡ് ഫേസിൽ ഇതായിരിക്കും കാണാൻ സാധ്യത. ദിസ് ഈസ് ജസ്റ്റ് എ പ്രഡിക്ഷൻ. ഇനി എക്സാം കഴിഞ്ഞിട്ട് അങ്ങനെയല്ലല്ലോ ഇങ്ങനെയല്ല, ഇതൊരു പ്രഡിക്ഷൻ മാത്രമാണ്. ബട്ട് ഹൗവർ നിങ്ങൾ എന്ത് ചെയ്യുക? സെക്കൻഡ് ഫേസ് ഫസ്റ്റ് ഫേസിലുള്ള ഡിഫിക്കൽട്ടിനെസ് ഇതിനേക്കാൾ ഡിഫിക്കൽട്ട് ആയിരിക്കും എന്ന് വിചാരിച്ച് തന്നെ പോകുക. ആ ഒരു മൈൻഡ് സെറ്റ് കീപ്പ് ചെയ്തിട്ട് പോകുക. പിന്നെ ഇത് പറഞ്ഞ പോലെ മാത്സ് ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും ഐ എം നോട്ട് ഗോയിങ് അതിന്റെ എക്സ്പ്ലനേഷനിലൊന്നും ഞാൻ പോകുന്നില്ല. ബട്ട് ഓവറോൾ മാത്സ് ആണെങ്കിലും മലയാളം ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും ഫ്രം 50 ഒരു 25 മാർക്കൊക്കെ സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഓക്കെ, 25 മുകളിൽ സ്കോർ ചെയ്തവരുണ്ട്. ബട്ട് 25 മാർക്സിന്റെ അടുത്തൊക്കെ സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു പേപ്പർ തന്നെയാണ്. ഇംഗ്ലീഷ് ഒക്കെ അങ്ങനെ ഭയങ്കര ഡിസ്ക്രിപ്റ്റീവ് ആക്കിയിട്ടില്ല. മാത്സ് ആണെങ്കിലും ഭയങ്കരമായിട്ടുള്ള ഡിസ്ക്രിപ്റ്റീവ് നമുക്ക് കാണാൻ പറ്റുന്നില്ല. മലയാളം ആണെങ്കിലും ട്രഡീഷണൽ രീതിയിൽ PSC സാധാരണ ചോദ്യങ്ങളൊക്കെ നല്ല നിലവാരമുണ്ട്, അത് വേറെ കാര്യം. സ്റ്റാൻഡേർഡ് ലാംഗ്വേജ് എന്നൊക്കെ ഉള്ളത്. എന്നാലും നമ്മുടെ ട്രഡീഷണലി PSC ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ തന്നെയാണ് മലയാളത്തിലും ചോദിച്ചിട്ടുള്ളത്. ആൻഡ് വൺസ് ഹു ഹാഡ് പ്രിപ്പയർഡ് 6 മാർക്ക് മലയാളത്തിലൊക്കെ എളുപ്പത്തിൽ സ്കോർ ചെയ്യാം. ഇംഗ്ലീഷിൽ ഒരു 13 മാർക്കൊക്കെ സ്കോർ ചെയ്യാം. മാത്സിൽ ഒരു 13 മാർക്കൊക്കെ സ്കോർ ചെയ്യാം. ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അടുത്ത ഫേസിൽ മോസ്റ്റ് പ്രോബബ്ലി ഇംഗ്ലീഷോ മലയാളമോ ഭയങ്കര ഡിസ്ക്രിപ്റ്റീവ് ആവും. ഡിസ്ക്രിപ്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. PYQ ചെയ്യുന്ന സമയത്ത് ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ മലയാളം ഇങ്ങനെ വലിയ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക, അല്ലെ? ഈ പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ, അതിന്റെ 1, 2 സബ്സെറ്റ് ഉണ്ടാവും. അതിനുശേഷം വീണ്ടും ഓപ്ഷൻസ് ഉണ്ടാവും. ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകും. ഒരു ടൈം കൺസ്യൂമിംഗ് ആവും. സെക്കൻഡ് ഫേസിൽ ഇതെന്തായാലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, മലയാളം ഇംഗ്ലീഷോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ MEMൽ ഏതോ 2 സാധനങ്ങൾ ഡിഫിക്കൽട്ട് ആവാൻ പോകുന്നുണ്ട്. ഓക്കെ, സോ എന്നിരുന്നാലും അതും ഇതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? സ്ട്രാറ്റജി യൂസ് ചെയ്തിട്ട് ഓവർകം ചെയ്യലാണ്. ഇനി സെക്കൻഡ് ഫേസ് എക്സാം എഴുതുന്നവരോട് കുറച്ച് കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക. പൊളിറ്റി നല്ല രീതിയിൽ പഠിച്ചോട്ടാ. വെരി ഗുഡ് സബ്ജക്ട്, നല്ല രീതിയിൽ സ്കോർ ചെയ്യാം. 5ൽ 5 സ്കോർ ചെയ്യാം. നമ്മളെ കണ്ടന്റ് ഒക്കെ തന്നെ വെച്ച് തന്നെ സ്കോർ ചെയ്യാം. എക്കണോമിക്സ് മഴ പെയ്യുന്നുണ്ട് കേട്ടോ. എക്കണോമിക്സ് നമുക്ക് വേഗം കൺക്ലൂഡ് ചെയ്യാം. എക്കണോമിക്സ് കോൺസെപ്റ്റ് മനസ്സിലാക്കിക്കോളൂ. പക്ഷേ അതിന്റെ കൂടെ ഈ നീതി ആയോഗവും അതേപോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ 5 ഇയർ പ്ലാൻസ് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ചോദിച്ചേക്കുന്നത്. പക്ഷെ ഒരു കോൺസെപ്റ്റുകൾ കയറി വന്നിട്ടുണ്ട്. ജോഗ്രഫിയിൽ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാതിരിക്കുക. അറിയുന്നത് മാത്രം അറ്റൻഡ് ചെയ്യുക, നെഗറ്റീവ് ആക്കരുത്. സിവിക്സും ട്രഡീഷണൽ രീതിയിലല്ല ചോദിച്ചത്. ബട്ട് സെക്കൻഡ് ഫേസിൽ മേ ബി ട്രഡീഷണൽ രീതിയിൽ ചോദിക്കാം. സാധാരണ രീതിയിൽ ചോദിക്കുന്നത് പോലെ ചോദിക്കാം. സയൻസ് ആൻഡ് ടെക്നോളജി ഓക്കെ, സോറി ഒരു മിനിറ്റ്. നിങ്ങൾ സബ്ജക്ട് പ്രയോറിറ്റൈസ് ചെയ്യേണ്ട കാര്യം ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് പൊളിറ്റി ചെയ്യുക, എക്കണോമിക്സ് ചെയ്യുക, അതിനുശേഷം ഹിസ്റ്ററി. 3 ഹിസ്റ്ററി വരും. അതിൽ ഫസ്റ്റ് ഹിസ്റ്ററി കൊടുക്കേണ്ടത് വേൾഡ് ഹിസ്റ്ററി ആണ്. സെക്കൻഡ് ഇന്ത്യൻ ഹിസ്റ്ററി കൊടുക്കുക. തേർഡ് കേരള ഹിസ്റ്ററി കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ നോക്കേണ്ടത് പൊളിറ്റി, എക്കണോമിക്സ്, സിവിക്സ് ആണ്. ഓക്കെ, സിവിക്സിൽ ട്രഡീഷണൽ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിക്കുക. ഓക്കെ, ഡിഫിക്കൽട്ട് ആണ് ഫേസ് 1ൽ ചോദിച്ചത്. അതിന്റെ അർത്ഥം ഫേസ് 2ൽ ഡിഫിക്കൽട്ട് ആവണമെന്നില്ല, പഴയ രീതിയിലേക്ക് വന്നേക്കാം. ജോഗ്രഫി ഏറ്റവും താഴെ കൊടുക്കുക. സയൻസ് ആൻഡ് ടെക്നോളജി താഴെ കൊടുക്കുക. എന്തായാലും എത്ര ഡിഫിക്കൽട്ട് ആണെങ്കിലും 50ൽ 30 മാർക്സ് നിങ്ങൾ GKയിൽ സ്കോർ ചെയ്യണം. ഓക്കെ, സ്കോർ ചെയ്തേ പറ്റും. അതിനുള്ള മെറ്റീരിയലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ചത് റിവിഷൻ മാത്രം ചെയ്താൽ മതി. ഓക്കെ, ഇതിന്റെ കൂടെ എന്താണ്? നമ്മൾ പേപ്പർ 1 കവർ ചെയ്ത് പോകും. പേപ്പർ 1 സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ പേപ്പർ 1 കവർ ചെയ്തു പോകും. നിങ്ങൾ സെക്കൻഡ് ഫേസ് ചെയ്യുന്നവർക്ക് ഒരുപാട് ടെൻഷൻ ഉണ്ട്. നമുക്ക് സമയം കുറവാണ്. ഒരു സമയം കുറവും ഇല്ല. ഓക്കെ, ഇപ്പൊ ഫസ്റ്റ് ഫേസ് എഴുതിയവരെന്താണ്? നമ്മൾ അവരെ കൊണ്ട് ഈ പേപ്പർ 1ന് വേണ്ടിയിട്ട് നമ്മുടെ പ്രിലിംസിന്റെ ക്ലാസ്സസ് തന്നെയാണ് അവരോട് കാണാൻ വേണ്ടി പറയാ. അല്ലാതെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ക്ലാസ്സസ് എടുക്കില്ല. ബിക്കോസ് ഓൾറെഡി നമ്മൾ നല്ല രീതിയിൽ ക്ലാസ്സസ് വളരെ ആഴത്തിൽ കവർ ചെയ്തിട്ടുണ്ട്. ദെൻ വൈ നമ്മൾ എന്ത് ചെയ്യണം? എന്തിന് പുതിയ ക്ലാസ് എടുക്കണം?
അപ്പൊ നമ്മൾ ഫസ്റ്റ് അവരെയും ഇത് തന്നെയാണ് ചെയ്യിപ്പിക്കുന്നത്. പേപ്പർ 1 വേണ്ടിയിട്ട് ഈ നമ്മുടെ പ്രിലിംസിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ റിവിഷൻ ചെയ്യിക്കും. നിങ്ങൾ ഈ സമയത്ത് തന്നെ എന്താണ് പേപ്പർ 1 വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനും കൂടിയാണ് ചെയ്യുന്നത് എന്ന് വെച്ച് പഠിക്കുക. അല്ലാതെ സെക്കൻഡ് ഫേസ് കിട്ടിയോണ്ട് എനിക്ക് ഇനി 60 ദിവസമേ ഉള്ളൂ 90 ദിവസമേ ഉള്ളൂ എന്നൊക്കെ വിചാരിച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. എല്ലാവർക്കും ഒരേപോലെ തന്നെയാണ്. ഓക്കെ, ഇതിന്റെ കൂടെ മലയാളം, ഇംഗ്ലീഷ്, മാത്സ് ഒന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, ഇതിലായിരിക്കും സെക്കൻഡ് ഫേസിൽ PSC എന്ത് ചെയ്യുക, ട്രിക്കി ക്വസ്റ്റ്യൻസും ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസും മോസ്റ്റ് പ്രോബബിളി ഇതിൽ നിന്നായിരിക്കും ഉണ്ടാവുക. ഇതിൽ നിന്ന് നോർമൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, സോ ഐ തിങ്ക് ഈ സെക്ഷൻ കുറച്ച് നീണ്ടുപോയിട്ടുണ്ട്. ബട്ട് ഇത് ഡെഫിനറ്റ്ലി കണ്ടവർക്ക് അതിന്റെ ഉപയോഗം എന്തായാലും സെക്കൻഡ് ഫേസ് എഴുതാൻ പോകുമ്പോൾ ഉണ്ടാവും. ഐ എം ഡാമിൻ ഷുവർ അബൌട്ട് ഇറ്റ്. ഓക്കെ, നിങ്ങൾ സെൻസും ലോജിക്കും ഒക്കെ യൂസ് ചെയ്ത് ഉത്തരത്തിലേക്ക് എത്താം. എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റിന്റെ കാര്യം ഞാൻ പറഞ്ഞു. ഓൺലി, ഓള്, നൺ ഓഫ് ദം, സം ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. സോ ഐ തിങ്ക് ഈ സെക്ഷനിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടോ? ബേസിസ് ഓഫ് കമ്പ്യൂട്ടറിന്റെ ഓൾറെഡി നമ്മൾ PDF ഇട്ടിട്ടുണ്ട്. ആ PDF 100 പേജസ് മാത്രമേ ഉള്ളൂ. 100 പേജസിൽ കണ്ടന്റ് ഫുൾ ആയിട്ടുണ്ട്. അതിന്റെ കൂടെ PYQ ഉണ്ട്. കുറെ പേജ് PYQ ആണ്. അതിന്റെ കൂടെ വി ഹാവ് ഓൾസോ കവേർഡ് ദി കറന്റ് അഫയേഴ്സ്. സോ നോൺ സ്റ്റോപ്പ് സൊല്യൂഷൻ ആണ് ഈ 100 പേജസ്, 5 മാർക്സ് ഷുവർ ഷോട്ട്. ഓക്കെ, എന്റെ അടുത്ത് സബ്ജക്റ്റുകൾ പ്രയോറിറ്റൈസ് ചെയ്യുമ്പോൾ കമ്പ്യൂട്ടർ വിട്ടുപോയിട്ടുണ്ട്. കറന്റ് അഫയേഴ്സ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഭയങ്കരമായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കണ്ട. ഓക്കെ, ഡോണ്ട് സ്പെൻഡ് ടു മച്ച് ടൈം. റൈറ്റ്, സോ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഈ ക്ലാസ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യണം. യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അതാകുമ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ എപ്പോൾ വേണമെങ്കിലും റെക്കോർഡിങ്സ് ഒക്കെ എക്സാമിന് മുമ്പൊക്കെ ജസ്റ്റ് ഒന്ന് കാണാലോ, എക്സാമിന് പോകുമ്പോൾ ഒക്കെ കാണാലോ. പിന്നെ പേപ്പർ 2 ഒരു ലൈവ് സെഷൻ, മെന്റർഷിപ്പ് സെഷൻ നാളെ രാവിലെ ഉണ്ടാവും. ഓക്കെ, പേപ്പർ 2 അല്ല, മെയിൻസിന്റെ പ്രിപ്പറേഷന് എങ്ങനെ നമുക്ക് മെയിൻസ് പ്രിപ്പയർ ചെയ്യാം എന്നുള്ളത്. സെക്കൻഡ് ഫേസ് ഉള്ളവര് നിങ്ങൾ കാണണം എന്നുള്ളത് നിങ്ങളുടെ ഡിസിഷൻ ആണ്. പക്ഷെ എന്റെ പേഴ്സണൽ ഒപ്പീനിയന് നിങ്ങൾ അത് കാണണ്ട. നിങ്ങൾ ഇപ്പൊ ഫോക്കസ് ചെയ്യേണ്ടത് പ്രിലിംസിന് വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്യാം. ബിക്കോസ് പ്രിലിംസ് ക്വാളിഫൈ ചെയ്താലേ മെയിൻസ് എഴുതാൻ പറ്റുള്ളൂ. അതപ്പം മനസ്സിലുണ്ടാവണം. അതേപോലെ തന്നെ പേപ്പർ 1 സബ്ജക്റ്റുകൾ അല്ലെ, അപ് ടു പ്രിലിംസ് പ്രോപ്പറായി പഠിച്ചു കഴിഞ്ഞാൽ അപ് ടു 80% ഓഫ് ദ സിലബസ് ഈസ് കംപ്ലീറ്റഡ് ഫോർ P1, പേപ്പർ 1. പിന്നെ നമുക്ക് കുറച്ച് ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് പബ്ലിക് സയൻസ് മാത്രമേ ഉള്ളൂ, പബ്ലിക് ഹെൽത്ത് മാത്രമേ ഉള്ളൂ. സോ ആ കാര്യം ഒന്ന് ഓർത്തിരിക്കുക. റൈറ്റ്, സോ സംശയം എന്തെങ്കിലും ഉണ്ടോ? സോ നമ്മൾ ക്ലാസ് കൺക്ലൂഡ് ചെയ്യാലോ അല്ലേ? റൈറ്റ്, സോ നല്ല മഴയാണ്, ശ്രദ്ധിക്കുക, സേഫ് ആയിരിക്കുക. സോ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് ആയിട്ടുള്ള നല്ല രീതിയിൽ കുറച്ച് സമയം കൂടി ഉണ്ട്, റിവിഷൻ ചെയ്യുക, പഠിക്കുക. ആൻഡ് ഗുഡ് നൈറ്റ്. ഓക്കെ, സോ നമുക്ക് അടുത്ത സെക്ഷനിൽ കാണാം.